സുഭാഷ് ഗോപി, സുരേഷ് ഗോപിയുടെ സഹോദരൻ നമുക്കൊപ്പം തുടരുന്നത്. ശ്രീ സുഭാഷ് ഗോപി, ജോർജ് കുര്യനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. ഇനി സുരേഷ് ഗോപിയിലേക്ക് കൂടി അല്പം വരാം. അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ, വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ വലിയ രാഷ്ട്രീയ ചിന്തയൊക്കെ പുലർത്തിയിരുന്ന ആളാണ്. ഇടതുപക്ഷത്തിന് വേണ്ടി ആദ്യമായി ഫാത്തിമ മാതാ കോളേജിൽ ഒരു സീറ്റ് വിജയിച്ച ആളാണ് അദ്ദേഹം. ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, തിരുവനന്തപുരത്ത് മത്സരിക്കണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹമെന്ന്. ഈ തൃശ്ശൂർ അദ്ദേഹം ഇങ്ങെടുക്കും എന്ന തരത്തിൽ ആലോചന നടത്തിയത് എപ്പോൾ മുതലാണ്? തൃശ്ശൂരിനോട് അദ്ദേഹത്തിന് ഇഷ്ടം തോന്നിയ കാരണങ്ങൾ എന്താണ്? അതൊക്കെ ഈ കുടുംബാംഗങ്ങളോട് പങ്കുവയ്ക്കാറുണ്ടോ? അതോ കാർക്കശ്യക്കാരനും ഗൗരവക്കാരനുമാണോ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകളോട്? അല്ല, കാർക്കശ്യക്കാരനാണ്. സാംസ്കാരികപരമായിട്ട് ഭയങ്കരമായി ചിന്തിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ തൃശ്ശൂർ തന്നെ അദ്ദേഹം ചൂസ് ചെയ്തത്. സ്വതവേ ഈ ഒരു ആനപ്രേമി കൂടിയാണ് അദ്ദേഹം. സ്വന്തമായിട്ട് ഒരവസരത്തിൽ ആനയെ വാങ്ങി ഗുരുവായൂർ അമ്പലത്തിൽ നേർച്ചയായി കൊടുത്ത ആളാണ്. അപ്പം അതൊക്കെ ആയിരിക്കാം. പക്ഷേ എല്ലാ കാര്യങ്ങളും ഓപ്പണപ്പ് ചെയ്ത്, സഹോദരങ്ങളായാൽ കൂടി എല്ലാ കാര്യങ്ങളും അങ്ങനെ ഓപ്പണപ്പായി പറയാറില്ല. കുറേ അധികം കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പം അതായിരിക്കാം ആ തൃശ്ശൂരിനോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാവാൻ കാരണം. ഇപ്പോൾ ഈ കമ്മീഷണർ സിനിമയിലൊക്കെ നമ്മൾ കാണുമല്ലോ, ആളുകൾക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കമ്മീഷണറിലേക്ക് പഞ്ച് ഡയലോഗാണ്. ദേഷ്യമാണ് പൊതുവിലൊരു സ്വഭാവമായി എപ്പോഴും. ഈ തെറ്റ് കാണുമ്പോൾ, അനീതി കാണുമ്പോൾ പ്രതികരിക്കുന്ന സുരേഷ് ഗോപിയാണല്ലോ നമ്മൾ സ്ക്രീനിലൊക്കെ ആരാധിച്ചത്. അങ്ങനെയുള്ള സുരേഷ് ഗോപി മന്ത്രിയായി പെർഫോം ചെയ്യുമ്പോൾ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുകയാണല്ലോ, ഉദ്യോഗസ്ഥരോടൊക്കെ എങ്ങനെയായിരിക്കും പെരുമാറുക? ഇപ്പോൾ വീട്ടിലൊക്കെ എങ്ങനെയാണ്? എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവക്കാരനായി ഉദ്യോഗസ്ഥരെയൊക്കെ ഒരു മയത്തിൽ കൈകാര്യം ചെയ്യുമോ? ചെറുപ്പത്തിലൊന്നും ഞങ്ങളുടെ സ്കൂൾ ജീവിതത്തിലും ഞങ്ങളുടെ കോളേജ് ലൈഫിൻ്റെ അവസരങ്ങളിലൊന്നും അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല. വളരെ ശാന്ത സ്വഭാവക്കാരനായിരുന്നു. കോളേജിൽ പാർട്ടി പ്രവർത്തനം ചെറിയ തോതിൽ തുടങ്ങിയ കാലം തൊട്ട് അദ്ദേഹത്തിന് ചെറിയൊരു ചെറിയൊരു മാറ്റം കണ്ടു തുടങ്ങിയായിരുന്നു. വീട്ടിലൊക്കെ സ്വതവേ എല്ലാത്തിനും ചിട്ടയാണ് ഭയങ്കര. ഒരു പേന എടുത്തു കഴിഞ്ഞാൽ ആ പേന തിരിച്ചത് എവിടെ വെക്കണം, അത് മിസ്പ്ലേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യപ്പെടും. അതിന് പഠിക്കുന്ന ബുക്സ് ആയാലും എന്തായാലും വെക്കുന്നതെല്ലാം ഭയങ്കര ചിട്ടയോടെ എല്ലാം ചെയ്യും. എല്ലാത്തിനും ഓരോരോ സംഗതികൾക്കും ഓരോ സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനം മാറിയാൽ അദ്ദേഹം ദേഷ്യപ്പെടുമായിരുന്നു. ഞാൻ ശരിക്കും അങ്ങനെ ഒരു ചിട്ടയുള്ള ഒരാളായിരുന്നില്ല. അപ്പം സ്റ്റഡി ടേബിളിൽ പോലും കൈയടത്താൻ അദ്ദേഹം കോളേജ് ഡേയ്സിലൊന്നും അനുവദിക്കുമായിരുന്നില്ല. ഒരു നോട്ട്ബുക്ക് അദ്ദേഹത്തിൻ്റെ എടുക്കുകയോ അങ്ങനെ ഒന്നും സമ്മതിക്കത്തില്ല. അതിൻ്റെ സ്ഥാനം മാറാൻ സമ്മതിക്കത്തില്ല. അപ്പം തീർച്ചയായിട്ടും ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അദ്ദേഹം ഇച്ചിരി കാർക്കശ്യം കാണിക്കും, സ്ട്രിക്റ്റ് ആയിരിക്കും ഉള്ളതിനകത്ത് യാതൊരു സംശയവും വേണ്ട. പക്ഷേ നല്ലൊരു ഗുഡ് ഗവേണൻസ്, നല്ലൊരു ഭരണാധികാരിയായിട്ട് മാറും. അത് സഹോദരൻ എന്നുള്ള നിലയിൽ ചെറുപ്പം തൊട്ടേ കണ്ടുവരുന്നത് കാരണം ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. നന്നായി ഫ്ലെയർ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കും അങ്ങനെ പ്രതീക്ഷിക്കാം. നന്നായി പെർഫോം ചെയ്യട്ടെ സുരേഷ് ഗോപി, കേരളത്തിൽ നിന്നുള്ള മന്ത്രി എന്നുള്ള നിലയിൽ.